ജീവിതത്തിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങളുണ്ട്. അതും ഒരു പരമമായ സത്യമാണ്. നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില പരമമായ യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ പിന്നെ അവയെ നേരിടാനും അവയെ മറികടക്കാനും അല്ലെങ്കിൽ അവയെ നമുക്ക് കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും. അപ്രകാരം ഒന്നാണ് ജീവിതത്തിലെ വേദനകൾ എന്ന് പറയുന്നത്. വേദനകൾ ഒരു പരമ യാഥാർത്ഥ്യമാണ്. ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള വേദനകളിലൂടെ അല്ലാതെ, വേദനകളിലൂടെ കടന്നു പോകാതെ ഒരു മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനാവില്ല. അത് എന്താണ് ആ വേദനയെന്നും എന്തുമാത്രമാണ് ആ വേദനയെന്നും എപ്പോഴാണ് ആ വേദനയെന്നും എങ്ങനെയാണ് ആ വേദനയെന്നും ഒരുപക്ഷെ നമുക്ക് അത് അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുകയുള്ളൂ. വേറൊരാൾക്കും അത് വിശദീകരിക്കാനോ വേറൊരാൾക്കത് പ്രവചിക്കാനോ ആർക്കും അതിനെ വ്യാഖ്യാനിക്കാനോ കഴിയില്ല. പക്ഷെ എല്ലാ വേദനകളും കഷ്ടപ്പാടുകൾ തരണമെന്നില്ല. കാരണം വേദന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി ആ വേദനയെ നാം സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഷ്ടപ്പാടിലേക്ക് മാറില്ല. അതുപോലെ തന്നെ എല്ലാ കഷ്ടപ്പാടുകളും വേദന തരണമെന്നില്ല. വേദന ഒരു യാഥാർത്ഥ്യമാണ് എന്നപോലെ തന്നെയാണ് കഷ്ടപ്പാടുകളും ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അപ്പം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാവും. പക്ഷേ അവ വേദന തരണം എന്ന് നിർബന്ധമില്ല. ആ കഷ്ടപ്പാടുകളെ എന്തുമാത്രം ധൈര്യത്തോടെയും എന്തുമാത്രം മനസാന്നിധ്യത്തോടെയും എന്തുമാത്രം സന്തോഷത്തോടെയും നാം കാണുകയും സമീപിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുക. അവനവൻ്റെ വിധിയെ പഴിച്ചുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ നേരിടുന്നതെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും വേദനാജനകമായിരിക്കും. നേരെ മറിച്ച് ഇതെൻ്റെ വിധിയല്ല, ഇതെൻ്റെ വിളിയാണ് എന്നുള്ളതും ഈ വിളി ഞാൻ കേൾക്കും എന്നും ഈ വിളി കേട്ടുകൊണ്ട് തന്നെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ധൈര്യമുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കഷ്ടപ്പാടിനും അവനെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. ബുദ്ധിമുട്ടിക്കാൻ സാധിക്കും, പക്ഷെ വേദനിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വേദന എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, കഷ്ടപ്പാട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എല്ലാ വേദനയും കഷ്ടപ്പാട് തരണമെന്നില്ല, എല്ലാ കഷ്ടപ്പാടും വേദനയും തരണമെന്നില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ. അതുകൊണ്ട് ജീവിതത്തിലെ വേദനകളെയും കഷ്ടപ്പാടുകളെയും ഇങ്ങനെയുള്ള വ്യക്തതയോടുകൂടി നമുക്ക് കാണാൻ കഴിയട്ടെ. അപ്പോൾ ജീവിതം നമുക്ക് വളരെ സുഖകരമായിരിക്കും, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.